ആത്മകഥാ വിവാദത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കോമ്രേഡ് ഇ.പി. ജയരാജനെ ആരാണ് ചതിച്ചത്? ആരൊക്കെയാണ് അദ്ദേഹത്തിനെതിരായി ഗൂഢാലോചന നടത്തിയത്? തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ പുറത്തു വന്നതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ഇ.പി. ജയരാജൻ ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനകളിൽ ഒന്നായി കട്ടൻ ചായയും പരിപ്പുവടയും മാറുകയാണ്. ഒരു ഘടാഘടിയൻ കോൺസ്പിറസിയാണ് ഇ.പി. ജയരാജനെതിരായി സംഭവിച്ചിരിക്കുന്നത്. സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ ഇ.പിയുടെ ഈ ആരോപണം അല്ലെങ്കിൽ വാദം ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നു. ഗൂഢാലോചന നടന്നു വന്നത് ശരിയാണെന്നിരിക്കട്ടെ, ഇ.പിക്ക് ചതിക്കുഴി വെട്ടിയവർക്ക് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇ.പി. ജയരാജനെ രാഷ്ട്രീയമായിട്ട് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം ഇനി CPM രാഷ്ട്രീയത്തിൽ ഉയർത്തെഴുന്നേൽക്കരുത്. രണ്ടാമത്തേത്, ഇ.പിയുടെ പേരിൽ വരാനിരിക്കുന്ന DC പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും വെളിച്ചം കാണരുത്. അതിനെ ഗർഭത്തിൽ വെച്ച് തന്നെ തകർത്തു കളയണം. പാർട്ടിക്കും സർക്കാരിനും പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ എതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അടങ്ങുന്ന ഈ പുസ്തകം ഒരു കാരണവശാലും വായനക്കാരുടെ പക്കൽ എത്തരുത്. മൂന്നാമത്തേത്, പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് പരാജയം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം, ആ പാപഭാരം ഇ.പിയുടെ തലയിൽ കെട്ടിവെക്കണം. ഈ 3 ലക്ഷ്യങ്ങളാണ് ആത്മകഥയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ പിന്നിൽ ഉണ്ടായിരുന്നത്. ഈ ആത്മകഥ വിവാദത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്തർഭവിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ആ രചനയിലെ പൊളിറ്റിക്കൽ കണ്ടന്റ്, രാഷ്ട്രീയമായ ഉള്ളടക്കമാണ്. അതേതായാലും പുറത്തു വന്നു കഴിഞ്ഞു. പാർട്ടിയെപ്പറ്റി, സർക്കാരിനെ പറ്റി, പാർട്ടിയെ നയിക്കുന്ന ഗോവിന്ദനെ പറ്റി, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെ പറ്റി എന്താണ് ഇ.പി. ജയരാജന്റെ നിലപാട് എന്ന് അതിൽ വളരെ വളരെ വ്യക്തമാണ്. 2ാം പിണറായി സർക്കാർ വളരെ മോശമാണ്. അവിടെ തൊട്ടിങ്ങോട്ട് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി, പാർട്ടിയുടെ ദൗർബല്യങ്ങളെപ്പറ്റി, ഏറ്റവും അവസാനം പി സരിനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയതിനെ പറ്റി വരെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊന്നും CPMനോ സർക്കാരിനോ താങ്ങാൻ പറ്റുന്നതല്ല, പിണറായിക്കോ ഗോവിന്ദനോ താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ ഇ.പിക്ക് ഇവ സംബന്ധിച്ചുള്ള നിലപാട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് ആദ്യ വാർത്ത വന്ന ദിവസം ഇതിൻ്റെ ഉള്ളടക്കത്തെ അദ്ദേഹം പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ് ചെയ്തത്. 3 അല്ല 30 വട്ടം അദ്ദേഹം തള്ളിപ്പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ എഴുതിയതല്ല, ഇതെൻ്റെ ആത്മകഥയല്ല, ഇത് മറ്റാരോ എഴുതിയതാണ്, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയാണ് എന്നൊക്കെ അദ്ദേഹം അറുത്തു മുറിച്ച് പറഞ്ഞു. പക്ഷേ ഇന്നലെ ആയപ്പോഴേക്ക് അദ്ദേഹം നിലപാടിൽ മാറ്റം വരുത്തുന്നുണ്ട്. താൻ എഴുതിയതല്ല എന്ന് പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. താൻ എഴുതിയതിനൊപ്പം മറ്റാരോ എന്തൊക്കെയോ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇ.പിയുടേതായി പുറത്തു വന്ന, പത്രങ്ങളിൽ പുറത്തു വന്ന, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഈ പുസ്തകത്തിലെ കണ്ടന്റ്, രാഷ്ട്രീയ ഉള്ളടക്കം, അത് എന്താണ്, ഏതു തരത്തിലുള്ളതാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായി കഴിഞ്ഞു. രണ്ടാമത്തേത് ഗൂഢാലോചനയാണ്. ഇത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ ഇ.പി. ജയരാജനെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു പ്രശ്നം അന്തർഭവിക്കുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. എങ്ങനെ പുറത്തു വന്നു? അതിൻ്റെ പേരിൽ ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. കാരണം അത് വളരെ സ്വാഭാവികമാണ്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ളടക്കം ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന നിലയിൽ പലരും പുറത്തേക്ക് വിടാറുണ്ട്. പക്ഷേ ഇത് ഇ.പി എഴുതിയതല്ലെങ്കിൽ, ഇ.പിക്ക് മനസ്സറിവുള്ളതല്ലെങ്കിൽ, മറ്റാരെങ്കിലും എഴുതിയിട്ടത് ഇ.പിയുടെ പേരിൽ പ്രസിദ്ധീകരിച്ചതാണെങ്കിൽ അതിനകത്ത് ചതിയും വഞ്ചനയും ഒക്കെയുണ്ട്, ക്രിമിനൽ കുറ്റങ്ങളുണ്ട്. അത് അന്വേഷിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, അദ്ദേഹം എഴുതിയ കുറിപ്പുകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയതിനൊപ്പം മറ്റാരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്തതാണെങ്കിൽ അതാര്? DC ഒരു കാരണവശാലും ചെയ്യില്ല. കാരണം DC ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല.
കഴിഞ്ഞ ദിവസം രവി DC പറഞ്ഞതുപോലെ DC ബുക്സ് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ. എഴുതി കൊടുക്കുന്നത് പ്രസിദ്ധീകരിക്കുക, അത് പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ അതാണ് അവർ ചെയ്യുന്നത്. അതിൽ കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ വെട്ടിത്തിരുത്തലുകളോ വരുത്തേണ്ട കാര്യം അവർക്കില്ല, ഭാഷാപരമായ ഭാഷാ ശുദ്ധി സംബന്ധിച്ച കാര്യങ്ങൾക്കൊഴികെ. അപ്പോൾ DC അല്ല, പിന്നെ ആര്? അതാണ് ഈ രണ്ടാമത്തെ ഗൂഢാലോചന എന്ന ഭാഗത്ത് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. EP ജയരാജൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയത് അടുത്ത കാലത്തൊന്നുമല്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് DC-യുമായിട്ട് ഇതിൻ്റെ നിരന്തര ചർച്ചകളിലാണ്. നമ്മളിത് ആദ്യം കേട്ടത് അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേർക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിലതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് EP ഒരു ആത്മകഥ രചിക്കുന്നെന്ന് വരെ നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത് വളരെ നേരത്തെ തുടങ്ങിയ ഒരു എക്സർസൈസാണ്. ആദ്യം അദ്ദേഹം DC-ക്ക് സമർപ്പിച്ചത് ഒരു 80 പേജുള്ള ഒരു പുസ്തകമാണ്. അത് വളരെ ശുഷ്കമായിരുന്നു. അത് വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ, അദ്ദേഹം ഇടപെട്ട രാഷ്ട്രീയ കാര്യങ്ങളുടെ ഒന്നും വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് DC-യുടെ എഡിറ്റോറിയൽ ടീമും EP ജയരാജനും തമ്മിൽ പലവട്ടം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി, വിപുലീകരിക്കുന്നതിനെ പറ്റി. അങ്ങനെയാണ് ദേശാഭിമാനിയിലെ ഒരു പത്രപ്രവർത്തകൻ, കണ്ണൂർ ബ്യൂറോയിലുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഇതിൻ്റെ രചനയുമായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ 178 PDF പേജുകളുള്ള പുസ്തകമായിട്ട് ഇത് വികസിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ബുധനാഴ്ച, അതിൻ്റെ 3 ദിവസം മുമ്പ് EP ജയരാജനും DC ബുക്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രകാശനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേസമയം DC-യുമായിട്ട് പ്രസിദ്ധീകരണം സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചിരുന്നില്ല എന്നാണ് EP പറയുന്നത്. അത് നമുക്കറിഞ്ഞുകൂടാ. അത് DC-യോ മറ്റോ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രസാധകശാല അവരാണത് ചെയ്യേണ്ടത്. റോയൽറ്റി തീരുമാനിച്ചിരുന്നോ? 15% 20% അതോ 10% അതൊക്കെ DC പറയേണ്ടതാണ്. പക്ഷേ EP അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അർത്ഥം എന്താണ്? ആ പുസ്തകം DC-ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു, അത് പ്രസിദ്ധീകരണത്തോട് അടുക്കുകയായിരുന്നു എന്നു തന്നെയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങൾ എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യം ഉയരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വളരെ സ്വാഭാവികമാണ് ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന നിലയിൽ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോട്ടയം ലേഖകന് അതിൻ്റെ ഉള്ളടക്കം DC തന്നെയാണ് കൊടുത്തത് എന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അത് ഒട്ടും തെറ്റായ ഒരു കാര്യമല്ല. എല്ലാ പ്രസിദ്ധീകരണശാലകളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ടാകും. ഇത് പോളിംഗ് ദിവസം പുറത്തു വന്നതിനും മാർക്കറ്റിംഗ് സംബന്ധമായ ചില പ്രത്യേകതകളുണ്ട്. ഈ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കുന്ന ആ ദിവസം തന്നെയാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ DC-യാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയതെങ്കിൽ അതിനവർ തയ്യാറായതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് രവി DC കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടത്തിയ ആ ചെറു പ്രതികരണത്തിൽ വളരെ വ്യക്തമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത വരുന്നതിന് മുമ്പ് അതിൻ്റെ തലേന്ന് DC ബുക്സ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ചെറിയ പരസ്യം കൊടുത്തിരുന്നു. അതായത് ഈ പുസ്തകം ഉടനെ DC ബുക്സ് വഴി പുറത്തു വരുന്നു, അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജൻ്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന പുസ്തകം ഉടനെ പുറത്തു വരുന്നുവെന്ന് ഫേസ്ബുക്കിൽ അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അത് കണ്ട പല മാധ്യമങ്ങളും DC-യുമായി ബന്ധപ്പെട്ടു. പക്ഷേ അവർക്കൊന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കാൻ DC തയ്യാറായില്ല. ടൈംസ് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ് ലഭിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ രാവിലെ വരുന്നു, വെളുപ്പിന് തന്നെ മറ്റ് മാധ്യമ പ്രവർത്തകരുടെ കണ്ണിൽ ഇത് പെടുന്നു. അവർ വീണ്ടും DC-യുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ അവർക്ക് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വിവരങ്ങൾ, EP എഴുതിയ ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില പേജുകളാണ് ഈ മാധ്യമങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് അടങ്ങുന്ന പേജുകൾ, അതാണ് ഈ മാധ്യമങ്ങൾക്ക്, അത് പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. അപ്പോഴേക്ക് ഇത് വലിയ വിവാദമായി. EP ജയരാജൻ അതിശക്തമായിട്ട് ഇതിൻ്റെ കണ്ടന്റിനെ നിരാകരിച്ചു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു. ഇത് ഞാൻ എഴുതിയതല്ല, ഇതെൻ്റെ ആത്മകഥയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു.
അദ്ദേഹത്തിൻ്റെ നിഷേധം വന്ന് അരമണിക്കൂറിനകം കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളുടെ ഡെസ്കുകളിൽ എത്തിയത് ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണ രൂപമാണ്. 178 PDF പേജുകളാണ് ടെലിവിഷൻ ചാനലുകൾക്ക് അയച്ചു കിട്ടിയത്. ഈ PDF പേജുകൾ ആരായിരിക്കും പുറത്തേക്ക് വിട്ടത്? DC അത് ചെയ്യുമോ? അവരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. ആദ്യ എഡിഷൻ 2000 പ്രതികൾ അടിക്കാൻ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ 178 PDF പേജുകളും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ പുറത്തു വരികയാണെങ്കിൽ പിന്നെ ഒരു പുസ്തകം അച്ചടിച്ചിട്ട് എന്താ കാര്യം? ഒരു കോപ്പിയെങ്കിലും വിൽക്കുമോ? നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇന്റർനെറ്റിൽ അത് കിട്ടുമെന്നിരിക്കെ ഈ 178 പേജുകളും പിന്നീട് എന്തിനാണ് അവർ പുസ്തകം ഇറക്കുന്നത്? അപ്പോൾ അത് DC അല്ല ചെയ്തത് എന്ന് വ്യക്തമാണ്. പിന്നീട് ആരാണ് ചെയ്തത്? ഇതിൻ്റെ PDF പ്രിന്റുകളുള്ള ഒന്ന് DC-ക്കാം. അവരത് കൊടുക്കാനുള്ള സാധ്യത തുലവും വിരളമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നീടുള്ളത് ഇത് തിരുത്തി എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു ദേശാഭിമാനിയുടെ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ അദ്ദേഹം വഴി CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഈ കണ്ടന്റിന്മേലെ ഒരു ആക്സസ് ഉണ്ടായിട്ടുണ്ടാവുമോ? നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഈ PDF കോപ്പികൾ പുറത്തു വന്നതോടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഈ ഉള്ളടക്കം തൻ്റേതല്ല എന്ന EP ജയരാജൻ്റെ നിഷേധം അല്ലെങ്കിൽ നിരാകരണം അത് മുഴുവൻ അപ്രസക്തമായി മാറുകയാണ് ചെയ്തത്. പുസ്തകം അപ്പാടെ പുറത്ത് വന്നിരിക്കുക. അപ്പോൾ പിന്നെ ജയരാജന്റെ നിഷേധത്തിന് എവിടെയാണ് പ്രസക്തി? ഇത് EP ജയരാജൻ എഴുതിയതാണെന്ന് തെളിയിക്കാൻ താല്പര്യമുണ്ടായിരുന്ന ആളുകൾ ഇത് പുറത്തേക്ക് വിട്ടതാവാം. അതോടെ EP-യുടെ ഡിഫൻസ് ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇത് EP എഴുതിയത് തന്നെയാണെന്ന് മാലോകർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ 178 PDF പേജുകൾ ടൈംസ് ഓഫ് ഇന്ത്യ ലേഖകന്റെ പക്കൽ നിന്നല്ല ചോർന്നത് എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിന്നെ എവിടെ നിന്നാണ്? അവിടെയാണ് ഈ ഗൂഢാലോചന മണക്കുന്നത്. ഈ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത വന്നത് പോളിംഗിന്റെ അന്നാണ്. അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ സന്ദർഭത്തിന് വേറൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടെ ഉണ്ട്. അതായത് പാർട്ടിയുമായി അകന്നു നിന്നിരുന്ന, കലഹിച്ചു നിന്നിരുന്ന EP ജയരാജൻ പാർട്ടിയുമായി അടുക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലോ പാർട്ടി സെക്രട്ടേറിയറ്റിലോ അടുത്ത കാലത്തൊന്നും പങ്കെടുക്കാറില്ല. പക്ഷെ കഴിഞ്ഞ CC യോഗത്തിൽ ഡൽഹിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഡൽഹിയിൽ വെച്ച് അദ്ദേഹവും പിണറായി വിജയനും MV ഗോവിന്ദനുമായി ഒരു ചർച്ച നടന്നു. അതിലെന്താണ് ഉണ്ടായതെന്ന് നമുക്കറിഞ്ഞുകൂടാ. പിന്നീട് അദ്ദേഹം ഇന്ന് നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംബന്ധിക്കാൻ തീരുമാനിച്ചിരുന്നു. വാസ്തവത്തിൽ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയാകുന്നു എന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനുമുമ്പായി സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കും. വേണമെങ്കിൽ അദ്ദേഹത്തിനെ വീണ്ടും ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാവും. അങ്ങനെ എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം പാർട്ടിയുമായി അടുക്കാനും കൂടുതൽ സജീവമാകാനും തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും 178 PDF പേജുകളും പുറത്തു വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതോടെ EP ജയരാജൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ കച്ചവടം കഴിയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? EP ജയരാജന് ഈ CPM-ൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് വ്യക്തമാകുന്നു. അദ്ദേഹം പാർട്ടിയെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും MV ഗോവിന്ദനെക്കുറിച്ചും പറഞ്ഞത് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനി ഈ ഗൂഢാലോചന എന്ന് EP പറയുന്നത് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നതാണ്. അത് കാറ്റത്തങ്ങ് പറന്നു പോകും. ഒരു ഊശാൻ താടി പോലെ അതങ്ങ് അപ്രത്യക്ഷമാവും. സംഭവിക്കാൻ പോകുന്നത് ഇതിന്മേൽ EP-ക്കെതിരായിട്ട് കൃത്യമായ പാർട്ടി നടപടികൾ ഉണ്ടാകും എന്നതു തന്നെയാണ്. എന്താണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? ഞങ്ങൾ എന്തിന് ഇനി EP-യോട് വിശദീകരണം ചോദിക്കണമെന്നാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിക്ക് നന്നായിട്ടറിയാം. ഇനി അതിന്മേൽ ഒരു നടപടി, അച്ചടക്ക നടപടി, അത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞതിന് ശേഷം എടുക്കുക എന്നതല്ലാതെ പാർട്ടിക്ക് ഇനി മറ്റൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ പുസ്തകം, അതിൻ്റെ കഥ കഴിഞ്ഞു.
ഇപ്പോൾ പുറത്തു വന്ന രീതിയിലുള്ള ഒരു പുസ്തകം ഇനി അച്ചടിക്കുക സാധ്യമല്ല. അതിൻ്റെ കണ്ടന്റ് EP ജയരാജൻ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതാണ്. അപ്പോൾ അതിനി ഒരു പുസ്തകമായിട്ട് വരില്ല. EP അതിൻ്റെ ഉള്ളടക്കം നിഷേധിച്ചതുകൊണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ വായ്ത്തല, അതിൻ്റെ മൂർച്ചയൊക്കെ ഇല്ലാതായി കഴിഞ്ഞു. അതേസമയം പുസ്തകം വന്നതിന് ശേഷമായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. അതൊരു ചരിത്ര തെളിവായിട്ട് അവിടെ കിടക്കുമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് കൃത്യസമയത്ത് EP ജയരാജനെ കൊത്തി. EP ജയരാജൻ വീണു, പുസ്തകം വീണു, അതുപോലെ തന്നെ പാർട്ടിയും ഗവൺമെന്റും MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ രക്ഷപ്പെടുകയും ചെയ്തു, സേഫ് ആവുകയും ചെയ്തു. അത് മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിൽ പുസ്തകത്തെക്കുറിച്ചുള്ള EP-യുടെ നിഷേധവും പാർട്ടിക്കുള്ളിൽ 178 പേജ് പുസ്തകത്തിന്റെ പൂർണ്ണ രൂപവും ഉപയോഗിക്കാം. പാലക്കാടോ ചേലക്കരയിലോ തോറ്റാൽ അതും EP-യുടെ പിടിലേക്ക് വരും. അത് മാത്രമല്ല, EP ജയരാജനെ പാർട്ടി പാലക്കാട് കൊണ്ടുപോയി ഒരു കാഴ്ച വസ്തുവാക്കി പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. ഇരുട്ടി വെളുക്കും മുമ്പ് മറുകണ്ഠം ചാടിയ ആൾ എന്ന് EP തൻ്റെ പുസ്തകത്തിൽ വിശേഷിപ്പിച്ച സരിൻ ഉത്തമ പുരുഷനാണെന്ന് പ്രവർത്തകരുടെയും മുമ്പിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. പാലക്കാട് നേടിയ മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു. ഊതിക്കാച്ചിയ പൊന്ന് എന്ന് വിശേഷിപ്പിച്ചു. എത്ര നാണം കെട്ട അവസ്ഥാന്തരങ്ങളാണ് എന്നോർക്കണം. ഇനി EP ജയരാജൻ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. അദ്ദേഹം പാർട്ടിക്ക് പുറത്താവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടാത്തവനാവുകയാണെങ്കിൽ, ഒറിജിനലായ ആത്മകഥ ഒന്നും മറച്ചു വയ്ക്കാതെ, ഒളിച്ചു വെക്കാതെ, സത്യമായിട്ട് തുറന്നു പറയുന്ന, പിണറായിയെയും MV ഗോവിന്ദനെയും പാർട്ടിയെയും സർക്കാരിനെയും തുറന്നു കാണുന്ന സ്വന്തം ജീവിതാനുഭവങ്ങൾ എഴുതുകയാണ് വേണ്ടത്. സത്യങ്ങൾ കേരളം അറിയട്ടെ.